ഹായ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പം നമ്മളിന്ന് വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചെറിയ സ്നാക്സാണ് കേട്ടോ. കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയൊരു സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നമുക്ക് വേണ്ടത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഇത്. അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് ഒരു പാത്രം, ഒരു ചെറിയ പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഇത് 2 മുട്ടയാണ്, അതായത് നാടൻ മുട്ടയാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ നാടൻ മുട്ടയാണ് കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലത്. അതുകൊണ്ട് അതിൽ പ്രോട്ടീൻ ഒക്കെ ഉണ്ടാവും. കുട്ടികൾക്ക് വേണ്ടതൊക്കെ അതിൽ നിന്ന് കിട്ടിക്കോളും. ഒരു ദിവസം ഒരു മുട്ടയെങ്കിലും കുട്ടിക്ക്, ചെറിയ കുട്ടിയൊക്കെയായാലും വലിയ കുട്ടിയൊക്കെയായാലും കൊടുത്തിരിക്കണം എന്നാണ്. അപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ അമൂൽ ബട്ടറാണ്. അപ്പോൾ ഈ ബട്ടറിന് വേണ്ടത് നമുക്ക് എടുക്കാം. രണ്ടെണ്ണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ 2 എടുക്കാം. ഞാൻ 2 ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ 2 എടുക്കുന്നുണ്ട്. പിന്നെ ഇത് കുറച്ച് നമുക്ക് മുളക് പൊടിയാണ് കേട്ടോ. ഇത് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. ആ കുട്ടിയൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് കുറച്ച് ഇടണ്ടു. അങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇത്. അപ്പോൾ 2 മുട്ട ഞാനിതിൽ ഉടച്ച് പാർന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലോണം ഇളക്കി കൊടുക്കണം, ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. കുട്ടികൾക്ക് ഇത് ഇളക്കി യോജിപ്പിച്ചുണ്ടാക്കുന്നതായിരിക്കും വളരെ നല്ലത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 1/4 സ്പൂണ് മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ഉപ്പിടുന്നുണ്ട്. കുറച്ച് ഒരു 1/4 സ്പൂണൊന്നും വേണ്ട കേട്ടോ. ഒരു മുട്ടയായതുകൊണ്ട് പെട്ടെന്ന് ഉപ്പ് പിടിച്ചു പോകും. അതുകൊണ്ട് നമുക്ക് ഒരു നുള്ളുപ്പിട്ടാൽ മതി. ഒരു നുള്ളുപ്പിട്ടിട്ടുണ്ട്, ഒരു പിഞ്ചുപ്പ് അത്രയേ വേണ്ടൂ. വളരെ കുറച്ച് ഉപ്പിട്ടുക മതി, വളരെ കുറച്ചുപ്പ്. അധികമായാൽ പിന്നെ കുട്ടിയൊക്കെ അതായിരിക്കും പ്രയാസം ഉണ്ടാക്കുക. അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക, നല്ലോണം യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ കാണുന്നില്ലേ? അപ്പോൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക കുട്ടിയൊക്കെ. ഇത് കുരുമുളക് കുറച്ചും പൊടി കുറച്ച് മേലെ ഇങ്ങനെ നിന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. ഇത് കുട്ടിയൊക്കെ മുട്ടയിൽ വേണ്ട എല്ലാ വിറ്റമിൻസുകളും ഉള്ളത് കൊണ്ട് തന്നെ കുട്ടിയൊക്കെ ഇത് വളരെ അധികം പ്രയോജനം ചെയ്യും. ഇത് 3 വയസ്സുള്ളയും 4 വയസ്സുള്ളയും 2 വയസ്സുള്ള എല്ലാ കുട്ടികൾക്കും നമുക്കിത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം സ്നാക്സാക്കി കൊടുക്കുമ്പോൾ ഒരിഷ്ടമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ച് ഗ്യാസ് കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഗ്യാസ് കത്തിച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ നമ്മൾ ഇതിൻ്റെ മേലെ ഒന്ന് ചൂടായതിന് ശേഷം, പാൻ നന്നായിട്ട് ചൂടായാൽ മാത്രമേ ഇത് വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം. കാരണം അതിൽ വെള്ളമൊക്കെ ഉണ്ടാവും. കഴുകി വൃത്തിയാക്കിയതാണ്. അതുപോലെ തന്നെ മറന്നു, മുട്ട നമ്മൾ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് അതിൻ്റെ പുറം കഴുകി വൃത്തിയാക്കണം. കാരണം നമ്മൾ ഇതുപോലെ ഉടച്ച് പാരുന്ന സമയത്ത് മുട്ടയിൻ്റെ മേലെ ഉണ്ടാകുന്ന ബാക്ടീരിയകളും മറ്റും ഇതിലേക്ക് അങ്ങ് പോകും. അതുകൊണ്ട് നമ്മൾ അത് നല്ലോണം മുട്ട കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുള്ളത്. അതിനുശേഷം ഇത് നല്ലോണം മിക്സാക്കിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ പാന് ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ചൂടായ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. അത് നന്നായിട്ട് ചൂടായി വരട്ടെ. ചൂടായി വന്നാലേ നമുക്ക് ഈ മുട്ട ഒഴിച്ചാൽ കിട്ടുകയുള്ളൂ, നന്നായിട്ട് കിട്ടുകയുള്ളൂ. അത് നല്ലോണം ഒന്ന് ചൂടായി വരും. അപ്പോൾ പാന് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ പാനിലേക്ക് നമുക്കങ്ങ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പകുതി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പകുതിയായിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കാരണം പകുതി ഒഴിച്ചു കൊടുക്കുന്നതാണ് കുട്ടികൾക്ക് രണ്ടാൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് പകുതിയായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇതിൻ്റെ മേലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ മേലെ നമുക്ക് ഇത് പൊളിച്ച് വെച്ചിരിക്കുന്ന ബട്ടർ ഇതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്ന് സ്ലോ ആക്കുക സ്റ്റൗ. ഈ മേലെ ഇട്ടിരിക്കുന്നതൊന്നും ഇങ്ങോട്ടും അങ്ങോട്ടും ആക്കിയാൽ മുഴുവനായിട്ട് അതിൽ അലിഞ്ഞ് ചേരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ ഒന്ന് അലിഞ്ഞ് ചേർന്നോട്ടെ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നമുക്ക് ഇത് ഒരു തവി കൊണ്ട് നമുക്ക് അപ്പുറം ഇപ്പുറം മറിച്ചിട്ടാൽ നിങ്ങൾക്ക് കാണാം.
ഇത് മുഴുവൻ അലിയുന്നുണ്ട് കേട്ടോ. ഇതങ്ങോട്ടും ഇങ്ങോട്ടും ചൂടിലാക്കുമ്പോൾ നല്ലോണം ബട്ടർ നന്നായിട്ട് അലിഞ്ഞ് പോകുന്ന വിധത്തിൽ നമ്മൾ മുഴുവനായിട്ടും ഒന്ന് ഒട്ടും കാണാനില്ല കേട്ടോ. ഇപ്പം ബട്ടർ ഇട്ടത് മുഴുവൻ ഇതിൽ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ആയിക്കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു തവി കൊണ്ട് ഈ ഒരു തവി കൊണ്ട് നമുക്ക് ഇത് മെല്ലെ ഒന്ന് മറിച്ചിടാവുന്നതേ ഉള്ളൂ കേട്ടോ. മെല്ലെ ഒന്ന് മറിച്ചിടാം. ഉണ്ടോ, വളരെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ നീളത്തിലാക്കുന്നതിന് വേറൊരു കാരണമുണ്ട്, അത് ഞാൻ പിന്നെ പറഞ്ഞു തരാം. അപ്പോൾ ഇത് നന്നായിട്ടായിട്ടുണ്ട്. ഒന്നുകൂടി അങ്ങ് നന്നായിട്ട് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പ്ലേറ്റിലേക്ക് ഇത് നമുക്ക് മാറ്റാം. ഇത് കുട്ടികൾക്ക് വളരെ ഇഷ്ടത്തോടു കൂടി കഴിക്കും കേട്ടോ. ഇത് മാത്രം കൊടുത്താൽ കുട്ടികൾ വളരെ ഇഷ്ടത്തോടെ കഴിക്കും. അപ്പോൾ ഇതുപോലെ കുട്ടികൾക്ക് സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വെറുതെ അങ്ങ് കൊടുത്താൽ മതി. പിന്നെ ഇതിൽ തന്നെ വെളിച്ചെണ്ണ ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഇനി വെളിച്ചെണ്ണയൊന്നും ഒഴിക്കണ്ട, ഓയിലൊന്നും ഒഴിക്കണ്ട. നമുക്ക് അടുത്തത് പാർന്നു കൊടുക്കാം കേട്ടോ. രണ്ടാമത്തതാണ് ഇത്. രണ്ടാമത്തത് ഇതുപോലെ പാർന്നു കൊടുക്കാം. അതിന് ശേഷം നമുക്കൊരു ചീസ് എടുത്തതിന് ശേഷം ആ ചീസും നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസ് പൊളിച്ചിട്ട് അത് ഇതുപോലെ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കേണ്ട, സ്റ്റൗ ഒന്ന് സ്ലോ ആയിട്ട് വെക്കണം കേട്ടോ. ഈ ബട്ടറും ഇതിലേക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നേരത്തെ ചെയ്തതുപോലെ ഇതും മേലെ അങ്ങോട്ടും കുറച്ച് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് തന്നെ അലിഞ്ഞിട്ടില്ല, ഉണ്ടാവില്ല മേലെ. കുട്ടികൾക്ക് നല്ലൊരു ഫുഡാണ്. രണ്ടും ആകുമ്പോൾ അവർക്ക് വിറ്റാമിൻസ് ഒക്കെ കിട്ടിക്കോളും. അപ്പോൾ പിന്നെ വൈകുന്നേരമൊക്കെ ഇത് തിന്നാനൊരു ഇൻട്രസ്റ്റ് കൂടുതലായിരിക്കും. കാരണം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കുട്ടികൾ ഉച്ചക്ക് ചിലപ്പോൾ ചെറിയ മക്കളാണെങ്കിൽ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവർക്ക് നല്ല വിശപ്പായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഇത് മുഴുവൻ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറിച്ചിടാം. കുറച്ച് ഫ്ലെയിം കൂട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലെ മറിച്ചിടാവുന്നതാണ്. വളരെ നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി വന്നിട്ടുണ്ട്. ഇതും അതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഒരു ചപ്പാത്തിയാണ് കേട്ടോ. നമ്മൾ ഗോതമ്പ് കൊണ്ട് നേരിങ്ങനെ പരത്തിയെടുത്തൊരു ചപ്പാത്തി വേറെ തന്നെ ഉണ്ടാക്കിയതാണ്. അതിലേക്ക് ഈ ഒരു ബ്രെഡ് ഈ ഒരു മുട്ട ഓംപ്ലേറ്റ് ഇട്ടത് നമുക്ക് വെച്ച് കൊടുക്കാം. ഈ വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ അങ്ങ് ഇതിലേക്ക് ഇടുക. ഉണ്ടോ, ഇതുപോലെ അങ്ങ് ഇടുക. ഇതുപോലെ ഇടുക. അതിന് ശേഷം നല്ലോണം ഒന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അധികം പിന്നെ തീ സ്ലോ ആയിട്ട് തന്നെ, സ്റ്റൗ സ്ലോ ആക്കി തന്നെ വെച്ചാൽ മതിയേ. എന്നിട്ട് നല്ലോണം ആയിക്കഴിഞ്ഞതിന് ശേഷം ഇതൊന്നിട്ട് മടക്കാം. ഒന്ന് നല്ലോണം ആയിക്കോട്ടെ. അതിന് ശേഷം ഇതിലുള്ള വെളിച്ചെണ്ണയൊക്കെ ഇതിലേക്ക് ആയിട്ടുണ്ട്, അതുപോലെ ബട്ടറിൻ്റെ അംശമൊക്കെ ഇതിലായിട്ടുണ്ട്. അപ്പോൾ ഇത് നേരെ അങ്ങോട്ടേക്ക് മടക്കുക. കണ്ടോ, നേരെ അങ്ങോട്ടേക്ക് മടക്കി ഒന്ന് അമർത്തി കൊടുക്കുക. ഇതുപോലെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഇത് കഴിക്കാൻ കേട്ടോ. ഒന്ന് തണിഞ്ഞിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നന്നായിട്ട് കഴിച്ചോളും. പിന്നെ അതുപോലെ വിശപ്പും മാറും. ഇനി ഇതിങ്ങനെ ആക്കിയതിന് ശേഷം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഒരു കത്തി കൊണ്ടോ മറ്റോ ഒന്ന് മുറിച്ച് കൊടുക്കാം. ഇങ്ങനെ ഇതുപോലെ മുറിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 1 2 ഇതുപോലെ കുറച്ച് പാടുണ്ടാവും, കുറച്ച് കട്ടിയൊക്കെ ഉണ്ടാവും. എന്നാൽ ഇതുപോലെ മുറിച്ച് കൊടുക്കാം. 1 2 3 4
4ആക്കിയിട്ടോ 5ആക്കിയിട്ടോ കഷ്ണമാക്കി മുറിച്ച് കൊടുത്തതിന് ശേഷം ആവുമ്പോൾ അവർക്ക് പെട്ടെന്ന് തിന്നാൻ പറ്റും. ഒന്ന് മറിച്ചിട്ട് നോക്കിയാൽ കാണാം നിങ്ങൾക്ക് നല്ല മൊരിഞ്ഞിരിക്കുന്ന ഉണ്ടോ, നല്ല മൊരിഞ്ഞിരിക്കുന്നത്. ആ ബട്ടറിൻ്റെയൊക്കെ ഒരു ടേസ്റ്റും കൂടി ഇതിൽ വരും. വളരെ നല്ല ടേസ്റ്റായിട്ട് കുട്ടികൾ മുഴുവൻ കഴിക്കും ഇത് കേട്ടോ. ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ മുഴുവൻ കഴിക്കും. അതുപോലെ തന്നെ ഹെൽത്തി ഫുഡും ആണല്ലോ. നമ്മൾ വേറൊരു ഫുഡും ഒന്നും കടയിൽ നിന്ന് വാങ്ങുന്ന പോലത്തെ ഒന്നുമല്ലല്ലോ അവർക്ക്. എന്താ വളരെ നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ 2 എണ്ണം ഉണ്ടാക്കി വെച്ചതിന് ഒരു കാര്യമുണ്ട്. കാരണം ഒരാൾക്ക് ഈ ചപ്പാത്തി ഇഷ്ടമല്ല. അതായത് ഇതുപോലെ ചപ്പാത്തി ഉണ്ടാക്കി അതിൽ വെക്കുന്നത് ഒരാൾക്ക് ഇഷ്ടമല്ല. സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരാൾക്ക് വെറുതെയും കൊടുക്കാം, വെറുതെ ബട്ടറൊക്കെ ഇട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ടും കൊടുക്കാം, ഒരാൾക്ക് ഇങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾ വിചാരിക്കും ഇത് കുറച്ച് പാടാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ നമ്മൾ വൈകുന്നേരം എന്തായാലും ഉണ്ടാക്കുമല്ലോ രാത്രിക്ക് വേണ്ടിയിട്ട്. അത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കും അത് കൊടുക്കാം. വലിയവരും ഭക്ഷണം ചോറൊന്നും കഴിക്കാത്തവർക്കും കൊടുക്കാം. ഇത് ചോറൊന്നും കഴിക്കാത്തവർക്കും ഇങ്ങനെയാക്കി കൊടുക്കാം കേട്ടോ. വലിയ ആൾക്കും കൊടുക്കാം. ഇത് ചെറിയ ആൾക്കൊന്നുമില്ല, വലിയ ആൾക്കും ഇതൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഫുഡാണ്. കുട്ടികൾക്ക് കൊടുക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ.